നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്ന് ഒരു വലിയ കൊലപാതക റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു ഫാം മുതലാളിയായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാനില്ലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ ശക്തമാകുന്നതിനിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെ കൊല ചെയ്തതാണ് എന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കോട്ടയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇഷ്ടിക കൊണ്ട് കെട്ടി മൂടിയ നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആണ് ഇദ്ദേഹത്തെ കാണാതായത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനുശേഷം ഇദ്ദേഹത്തെ വൈക്കം തലയാഴം കരിയാറ്റിലാണ് കണ്ടെത്തുന്നത്. ആ ആറ്റിൽ കൈയും കാലും ബന്ധിച്ച നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നത് ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടാകണം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യമാണ്. എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തതായിട്ടാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വൈക്കം തോട്ടകം ആട്ടറ പാലത്തിന് പടിഞ്ഞാറ് വശത്ത് നിന്ന് കരിയാറിന്റെ തീരത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ടി വി പുരം ചെമ്മനത്തുകര മുല്ലക്കോരിയിൽ വിപിൻ നായർ എന്ന് പറയുന്ന ഫാം മുതലാളിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 54 വയസ്സുള്ള ഇദ്ദേഹത്തെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വൈകിട്ട് 3-ന് ഫാമിന് സമീപം കരിയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഇദ്ദേഹം മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ അറിയുന്നതും അതുപോലെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നതുമൊക്കെ. എന്തായാലും സംഭവം കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യമാണ്. കാരണം നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളൊക്കെ ഒരു കൊലപാതകത്തിന് ഉതകുന്ന രീതിയിലാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഇഷ്ടിക വച്ച് കെട്ടിയതെന്നും ഇദ്ദേഹത്തിനെ കൊല ചെയ്തതിന് ശേഷമാണോ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഈ പറയുന്നത് പോലെ ഇഷ്ടികയും മറ്റ് ഭാരമുള്ള വസ്തുക്കളും ഒക്കെ വെച്ച് കെട്ടിയിരിക്കുന്നു എന്നത് ഉദ്ദേശിക്കുന്നത് മൃതദേഹം മുകളിലേക്ക് പൊന്തരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ആരോ ചെയ്തതായിരിക്കാം എന്നുള്ള നിഗമനത്തിലൊക്കെ തന്നെയാണ് പോലീസ്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതക റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇദ്ദേഹത്തെ കാണാതായതിനു ശേഷം തന്നെ ഉടൻ തന്നെ ബന്ധുക്കളൊക്കെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലിന് വേണ്ടി പോലീസിനെ സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നൊക്കെ പോലീസ് വലിയ വ്യാപകമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരച്ചിലിനിടെയാണ് ഇദ്ദേഹത്തിന് മൃതദേഹം കരിയാറ്റിൽ നിന്ന് ലഭിച്ചത്. കാലിലും കഴുത്തിലും ഇഷ്ടിക കെട്ടി വച്ചിരിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. ഫാമിലെ താൽക്കാലിക ഷെഡിൽ വിപിൻ കിടന്നിരുന്ന കിടക്ക മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. അപ്പോൾ ഇത് ആരോ അവിടെ എത്തുകയും ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ കൊല ചെയ്യുകയും ചെയ്തു എന്നതൊക്കെയാണ് ഈ ഒരു സാഹചര്യം പോലീസ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കാണാതായിട്ടുള്ള ഈ ഫാം മുതലാളിയായ വിപിൻ്റെ ഫോണും വാഹനത്തിന്റെ താക്കോലും ഫാമിന്റെ സമീപ സ്ഥലത്ത് വെച്ചാണ് കണ്ടെത്തിയത് എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ മകളെ തിരുവനന്തപുരത്തേക്ക് ബസ് കയറ്റിവിടാൻ വരുമെന്ന് വിപിൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സമയമായിട്ടും ഇയാൾ വരാതിരുന്നത് കൂടെയാണ് ഇദ്ദേഹം എവിടെ പോയി എന്ന അന്വേഷണത്തിലേക്ക് വിപിൻ്റെ കുടുംബം എത്തുന്നത്. അങ്ങനെ നിരവധി തവണ ഫോൺ വിളിച്ചു, ഫോണിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് ഈ കുടുംബം എത്തുന്നതും ഇത് പോലീസിലെ അറിയിക്കുന്നതും. ഫാമിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തനരഹിതമാണ് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു കൊലപാതക സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ CCTV ക്യാമറകൾ ആരെങ്കിലും നശിപ്പിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഇതൊക്കെ വൈകാതെ തന്നെ പോലീസ് കണ്ടെത്തും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സംഭവ സ്ഥലത്തെത്തി പോലീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിലാകെയുള്ള പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് കൃത്യമായി ആ ഒരു സ്ഥലം അറിയാവുന്ന ആരൊക്കെയോ ചേർന്നുള്ള ഒരു കൊലപാതകമാകാനുള്ള സാധ്യതകളാണ് എന്നുള്ളതാണ്. കാരണം വലിയ ബഹളമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൂടാതെ CCTV ഫൂട്ടേജ് അടക്കം കിട്ടാതിരിക്കാൻ CCTVയുടെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന നല്ല സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ്
സുപരിചിതമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടാകുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും സംഭവത്തിൽ കേസന്വേഷണം ശക്തമാകുകയാണ്. അദ്ദേഹത്തെ കാണാതായത് മുതലുള്ള തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത റിപ്പോർട്ടുകൾ. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലും കാലിലുമെല്ലാം ഇഷ്ടിക വെച്ച് കെട്ടിയിരുന്നു എന്നതാണ് വളരെ ദുരൂഹതയിലേക്ക് ഈ ഒരു കേസിനെ എത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്.